നമസ്കാരം. ഇപ്പോഴും ചില മുസ്ലിം യുവാക്കളും ചില മുസ്ലിങ്ങൾ മൊത്തത്തിൽ അവർ അഭിമാനപൂർവ്വം പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ മദ്രസ പഠനം കഴിഞ്ഞിട്ട് വന്നവരാണെന്ന്. ഈ പറയുന്നൊരു ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, IPS IAS ഒക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ, ഈ മദ്രസ പീഡനത്തെക്കുറിച്ചുള്ള വാർത്തകൾ, അത് വാസ്തവത്തിലൊരു വാർത്ത അല്ലാതായി തീർന്നിരിക്കുകയാണ്. അതേക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്ന വാസ്തവത്തിൽ ഒരു മടുപ്പ്, പറയുന്ന ആൾക്കും അതെ, കേൾക്കുന്ന ആൾക്കും അതെ വന്നിരിക്കുകയാണ്. ഇതൊക്കെ എത്ര കേട്ടിട്ടുള്ളതാണ് എന്ന രീതിയിൽ. പണ്ടൊക്കെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വരും, പക്ഷേ പണ്ടൊക്കെ അതിലൊരു ആ ഡ്യൂറേഷന് ഒരു ലെങ്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെയും പോയി ദിവസവും ഇതായി കേൾക്കുന്നു, മദ്രസ പീഡനം. അത് കേൾക്കുന്നത് ഒന്നാണെങ്കിൽ നടക്കുന്നത് 10ആണ്, അത് വേറെ കാര്യം. ഇന്നിപ്പോൾ 2 മദ്രസ പീഡനത്തിൻ്റെ കഥകളാണ് വന്നിട്ടുള്ളത്. 2 ശ്രീ കുണ്ടന്മാർ. അങ്ങനെയാണല്ലോ ഈ വർഗത്തെ കോഴിക്കോട്, മലപ്പുറം ആ ഭാഗത്തുള്ളവർ പറയാം, കുണ്ടന്മാർ, ശ്രീകുണ്ടന്മാർ. പത്മശ്രീ എന്നൊക്കെ പറഞ്ഞ പോലെ കുണ്ടൻ ശ്രീമാർ. ധാർമ്മികത പരിശീലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മദ്രസകളിൽ പോകുന്നത്. ഈ കുട്ടികളെ അവരെ കിട്ടുകയാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ അവിടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞ് കാലത്ത് കുട്ടികളെ കുളിപ്പിച്ച് വൃത്തിയാക്കി വെളിച്ചെണ്ണ തേച്ച് ഒക്കെയും അങ്ങോട്ട് പറഞ്ഞു വിടും. അവിടെ നടക്കുന്നത് മുഴുവൻ ഈ തരത്തിലുള്ള പീഡനങ്ങൾ. ധാർമ്മികത സ്വയം പരിശീലിക്കാൻ കഴിയാത്ത ഉസ്താദുമാരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കൾ. ഇപ്പോൾ ഒരു മൗലവി 14കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. പിന്നീട് വീട്ടിൽ വന്ന സമയത്ത് അത് ആ പയ്യൻ്റെ ആസനദ്വാരത്തിൽ കൂടെ ചോര ഒഴുകുകയാണ്. അവൻ എരിപൊരി കൊള്ളുകയാണ്. അത്രയായപ്പോൾ തന്നെ വീട്ടുകാർക്ക് കാര്യം മനസ്സിലായി. പക്ഷേ വീട്ടുകാർ ആരും പറയാൻ പാടില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വർഗവാസം അവിടെ വെച്ച് അവസാനിക്കുകയല്ലേ ചെയ്യുന്നത്. കോലഞ്ചേരിയിൽ, ഇത് മലപ്പുറത്തല്ല ഏതായാലും, 14കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ ദർസ് നടത്തിപ്പുകാരൻ കുന്നത്തുനാട് പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. പട്ടിമറ്റം കൈതക്കാട് പ്രവർത്തിക്കുന്ന ദാറുൽ ഹസ്ന അറബിക് കോളേജ്, അതിന് നടത്തിപ്പുകാരനാണ് തോത്താപുരം സ്വദേശി നജീബ് മൗലവി, 45 വയസ്സ്. പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു വിദ്യാർത്ഥിയുടെ മേലെയുള്ള പീഡനത്തിൻ്റെ കഥയുടെ പേരിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ പഠിച്ചിറങ്ങി പോയ കുട്ടികൾ, ഇപ്പോഴുള്ള കുട്ടികളിൽ അവരിൽ എത്ര പേർക്ക് ഈ പീഡനം ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് പോലീസിന്. സാമ്പത്തികമായിട്ട് പാവപ്പെട്ട വീടുകളിലുള്ള കുട്ടികൾ, അവരാണ് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ മതപഠനം നിർവഹിക്കാനാണെങ്കിൽ പോലും ആ മതപഠനം നടത്തുന്ന ഉസ്താദുമാർക്ക് പണം കൊടുക്കണം, ആഹാരം മറ്റുള്ള കാര്യത്ത് പണം കൊടുക്കണം. അപ്പോൾ അതിന് പോലും കഴിയാത്ത പാവപ്പെട്ട ആളുകളുണ്ട് ഇവിടെ. അവർക്ക് മുസ്ലിം സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ സൗജന്യ മതപഠനം നൽകുന്ന സ്ഥാപനത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ വരുന്ന കുട്ടികൾ മുഴുവൻ പാവപ്പെട്ട കുട്ടികളാണ്. അത്തരം കുട്ടികൾക്ക് അവിടുന്ന് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള ദുഷ്കൃത്യങ്ങൾ അതിനിരയാകേണ്ടി വന്നാൽ അത് വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ പറയും, ഉമ്മ ബാപ്പ ആ ഉസ്താദ് ശരിയല്ലെന്ന്. അപ്പോൾ അവിടെ ഉമ്മയും ബാപ്പയും എന്താ ചെയ്യുന്നത്? എന്തോ ഭാഗ്യത്തിന് അവിടെ ഇങ്ങനെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്താൽ അവിടെ പഠിപ്പിക്കാൻ മാർഗമില്ല. അപ്പോൾ ഏതൊക്കെയോ സന്നദ്ധ പ്രവർത്തകർ കയറിയിട്ട് എങ്ങനെയൊക്കെയോ അവിടെ ഒരു എന്തായാലും പറയുക, ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താണ്.
മോനെ അവസരം കളയരുത്, അതൊക്കെ അങ്ങനെയൊക്കെയും ഒക്കെ ഉണ്ടാവുമെന്നും കണ്ടു കേട്ട് നിന്നാൽ മതി, അവിടേക്ക് വീണ്ടും അയക്കും. അയാളുടെ വെളിച്ചെണ്ണ പരിപാടി വീണ്ടും തുടരുകയും ചെയ്യും. ഇത് അയാൾക്കൊരു ഇളതരാണ്, പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളല്ലേ. ഏതായാലും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് പ്രകൃതി കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് ചൈൽഡ് ലൈൻ നൽകിയ മൊഴിയിൽ പറയുന്നു. ഈ കുട്ടികൾക്ക് ചില അവധിക്കാലമുണ്ട്. ആ അവധിക്കാലത്ത് വീട്ടിലെത്തിയ കുട്ടി മാതാപിതാക്കളോട് ഈ ദുരനുഭവം വെളിപ്പെടുത്തിയതോടെയാണ് വിവരം പുറത്തു വരുന്നത്. ഈ കുട്ടി ഞെരിപിരി കൊള്ളുകയാണ്. ഈ കുട്ടിയുടെ ഗുദദ്വാരം അവിടേക്കാകെ ചുവന്ന് പഴുത്തിരിക്കുകയാണ് അവിടെ. തുടർന്ന് പോത്താനിക്കോട് സ്വദേശികളായ കുട്ടികളുടെ ബന്ധുക്കൾ ചൈൽഡ് ലൈനിൽ വിവരമറിയിച്ചു. അങ്ങനെ പിന്നെ പോലീസ് കേസെടുത്തു. കേസിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിന്തുടർന്നാണ് പിടികൂടിയത്. ഇതിന് കൂട്ടത്തിൽ കാര്യം പറയട്ടെ. ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂരിന് കുറ്റം ചെയ്ത ഒരാൾ പാലക്കാട് പോയാൽ പോലീസിനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അയാൾ പിന്നെ എന്തായാലും പറയുക, അയാൾ പിന്നെ ഒരു പിടികിട്ടാ പുള്ളിയാണ്, സുകുമാരക്കുറുപ്പിൻ്റെ പോലെ. പക്ഷേ ഇന്നത്തെ കാലം അതല്ല. ഒരു വ്യക്തിക്ക് ഒളിവിൽ പോകണമെങ്കിൽ ഒരുപാട് സഹിക്കേണ്ടതുണ്ട്. അയാളുടെ സ്വന്തക്കാരെ, ബന്ധുക്കളെ, നാട്ടുകാരെ, വീട്ടുകാരെ, സർവ്വ ആളുകളെയും ഉപേക്ഷിക്കണം. അയാളുടെ ഐഡൻറ്റിറ്റി പരിപൂർണമായിട്ട് അയാൾ കളയണം. നിസ്സാര കാര്യം പറയട്ടെ, അയാൾ വലിക്കുന്ന സിഗരറ്റ്, ഇപ്പോൾ ബീഡി വലിക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു ഐഡൻറ്റിറ്റിയാണ്, അതുപോലും ഉപേക്ഷിക്കണം. വസ്ത്രധാരണ രീതി ഉപേക്ഷിക്കണം. മാത്രമല്ല, ലോകത്തിൽ ഒരാളുമായിട്ട് അയാൾ ബന്ധപ്പെടാൻ പാടില്ല. ഇതിന് മുമ്പ് ബന്ധപ്പെട്ടിരുന്ന ആരുമായിട്ട് അയാൾ ബന്ധപ്പെടാൻ പാടില്ല. മൊബൈലുകൾ കൊണ്ട് നടക്കാൻ പാടില്ല. ഫോൺ വിളികൾ പാടില്ല. അപ്പോൾ ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, പോലീസ് എന്തിനാണ് പിടിക്കുന്നത്? പോലീസ് പിടിച്ച് തല്ലി കാലോടിക്കാനല്ല പിടിക്കുന്നത്, കോടതിയിൽ ഹാജരാക്കാനാണ് പിടിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കി എന്താ ചെയ്യുക? അവർ മുഖ്യ ജീവിതധാരയിൽ നിന്ന് മാറ്റി നിർത്തലാണ് ഈ ശിക്ഷ എന്ന് പറഞ്ഞാൽ. അതിനവിടെ കല്ലുടയ്ക്കലോ അല്ലെങ്കിൽ കുരിച്ചു നിർത്തി പിന്നിലിടിക്കലൊന്നും അല്ല ജയിലിൽ ചെയ്യുന്നത്. മുഖ്യ ജീവിതധാരയിൽ നിന്ന് മാറ്റുന്നു, അതാണ് ശിക്ഷ. ഇയാൾ എന്താ ചെയ്തത്? വലിയ രൂപത്തിൽ മുഖ്യ ജീവിതധാരയിൽ നിന്ന് സ്വയം മാറുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഈ പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ കഴിയില്ല. കാരണം ആകാശത്തൂടെ ചുറ്റിക്കറങ്ങുന്ന സാറ്റലൈറ്റുകൾ ഈ ഭൂമിയിലൊരു തേങ്ങ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ ആ തേങ്ങ ഏത് തരം തെങ്ങിൻ്റെ തേങ്ങയാണെന്ന് അതിന് പറയാൻ കഴിയും. അതിൻ്റെ ഈ ഒളിച്ചു കിടക്കുന്ന കാര്യം അത് എല്ലാവരോടായിട്ട് പറഞ്ഞു മാത്രം. ഏതായാലും കോടതിയിൽ ഹാജരാക്കിയ കേസിന് പിന്നാലെ പോയ പ്രതിയെ കേസിന് പുറകിൽ പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ നജീബ് മൗലവിയെ റിമാൻഡ് ചെയ്തു. സ്ഥാപനത്തിലെ മറ്റു ചില വിദ്യാർത്ഥികളും സമാനമായ രീതിയിൽ പീഡനത്തിനിരയായിട്ടുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും പോലീസ് അറിയിച്ചു. ഇവിടെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവർ ചെയ്യേണ്ട വലിയൊരു കാര്യം, മദ്രസ അധികൃതർ ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈംഗിക ത്വര അത് ഈശ്വരദത്തമാണ്. നമ്മൾ ആ ലൈംഗിക ത്വര ഇല്ലാതാക്കുകയല്ല വേണ്ടത്, അതിനെ പലരും കൺട്രോൾ ചെയ്യുന്നു. കാരണം സമൂഹ ജീവികളല്ലേ, ആയതുകൊണ്ട് തന്നെ നമ്മളതിനെ കൺട്രോൾ ചെയ്യുന്നു. അത് ഒരു മനുഷ്യന് കിട്ടുന്ന ധാർമ്മിക മൂല്യത്തിൻ്റെ പേരിൽ അയാൾക്കായിട്ട് ഒരുക്കി വയ്ക്കുന്ന ചില ചിട്ടവട്ടങ്ങളാണ്. അതിനെപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല. ആരോ പറഞ്ഞ പോലെ നല്ല മത്തി ഉണ്ടല്ലോ, മത്തി ചാളാന്ന് പറയില്ലേ, അതവിടെ മുമ്പിൽ വെച്ചിട്ട് ഒരു പൂച്ചയെ വെച്ചിട്ട് പൂച്ചയുടെ ഒരു മത്തി വെച്ചാൽ എത്ര നേരം അതിങ്ങനെ വെറുതെ ഇരിക്കും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇത്തരം മദ്രസകളിൽ ചെയ്യേണ്ടത് ഒരു നോട്ടം അത് വേണം. CCTV വെക്കാമല്ലോ. CCTV വെച്ചാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ലല്ലോ. അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് കടന്നു ചെല്ലുക, ഒരു പയ്യൻ പോകുമ്പോൾ പിന്നാലെ ഉസ്താദ് ടോയ്ലറ്റിലേക്ക് കടന്നു ചെല്ലുക, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഓഫീസിലേക്ക് വിളിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ. ഈ ക്രിസ്ത്യൻ സമൂഹത്തിലെ സന്യാസിനിമാരുണ്ട്, സിസ്റ്റേഴ്സ്, അവരെവിടെ പോകുമ്പോഴും 2 പേരായിട്ടേ പോകുള്ളൂ, ഒറ്റയ്ക്ക് പറഞ്ഞു വിടില്ല അവരെ.
രണ്ടുപേരായിട്ടേ പോകുള്ളൂ. ഇതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുട്ടിയെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ശിക്ഷ കൊടുക്കാനോ വിളിക്കുമ്പോൾ രണ്ടുപേരെ വിളിപ്പിച്ചാൽ പോരെ. അങ്ങനെ എന്തെങ്കിലും കൊച്ചു റെസ്ട്രിക്ഷൻ വെച്ചാൽ എത്ര വലിയ നാണക്കേടിൻ്റെ ആവശ്യമുണ്ടോ? ഇതിപ്പോൾ നിരക്കെ പരക്കെ മദ്രസ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പര്യായപദമായിട്ട് മാറിയിരിക്കുകയാണ് പീഡനം. പീഡനം എന്നുള്ളതിൻ്റെ പര്യായപദമായിരിക്കുകയാണ് ഇപ്പോൾ മദ്രസ എന്നുള്ളത്. ഇപ്പം ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചിട്ടുള്ള ഒരാളെയല്ല പിടിച്ചിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ കേസിൽ 2 പേരെയാണ് പിടിച്ചിട്ടുള്ളത്. ഒന്ന് എറണാകുളം കോലഞ്ചേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോത്താനിക്കാട് എവിടെയോ മറ്റോ സംഭവം ഉണ്ടായിട്ടുള്ളത്. എവിടെയോ കൃത്യമായിട്ട് എനിക്കറിയില്ല, ആ സ്ഥലത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. പട്ടി എവിടെയോ മറ്റോ ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ സംഭവം ഉണ്ടായിട്ടുള്ളത് തിരൂരെന്നാണ് അതിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് മദ്രസ ഉസ്താദ് ഉമ്മർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുള്ളല്ലേ, അയാളുടെ അദ്ദേഹം എന്തായാലും ദർസിൻ്റെ പിരിവിനെത്തിയിട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ മദ്രസ ഉസ്താദാണ് അറസ്റ്റായിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ തൃശ്ശൂർ വരവൂര് സ്വദേശി കുന്നത്തു പീടികയിൽ ഉമ്മറിനെ കൽപ്പഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നടന്ന സംഭവം ഈ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ദർസ്, അതിന് പിരിവ് ശേഖരിക്കുന്നതിനായിട്ടാണ് ഈ പറയുന്ന ഉസ്താദ് ഉമ്മറും സുഹൃത്തും പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. വീട്ടിൽ മറ്റാരും ഇവിടെ ഇല്ല, പിന്നെ വരൂ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഇവരെ അറിയിച്ച് അവരങ്ങോട്ട് പോവുകയും ചെയ്തു. ഇയാളിത് മനസ്സിൽ വെച്ചു. എല്ലാവരും പോയതിനു ശേഷം ഇയാൾ വീണ്ടും ആ വീട്ടിലെത്താൻ പെൺകുട്ടിയോട് പറഞ്ഞു, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം, ഒന്ന് ടോയ്ലറ്റ് തുറന്നു തരാൻ പറഞ്ഞു. അവർ ആ ടോയ്ലറ്റ് തുറന്നപ്പോഴാണ് പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തുകയും കയറി പിടിക്കുകയും ചെയ്തത്. പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾ മുൻപ് മഞ്ചേരി ഭാഗത്തെ മദ്രസകളിൽ അധ്യാപകനായിരുന്നു. സ്വഭാവ ദൂഷ്യം മൂലം അവിടെ നിന്നൊക്കെ ഇയാളെ തല്ലി പുറത്താക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 2 കേസുകളാണ് ഒറ്റയടിക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇതൊരു ഇനിയുള്ള ആളുകൾ അക്കാഡമിക് വിദ്യാഭ്യാസം വേണ്ടത്രയുണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ സമയം വേസ്റ്റാണ് ഈ വക വിദ്യാഭ്യാസം. അവിടെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മളൊരു പ്രൊഫസറായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയായിരുന്നു, LDFൻ്റെ കഴിഞ്ഞ മുമ്പിൽ പ്രാവശ്യം അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എപ്പോഴും ഞാൻ മറക്കും. അദ്ദേഹത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടിയോടൊക്കെ മത്സരിച്ച് ജയിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ കൃത്യതയോടുകൂടി 10 വർഷം ഏതെങ്കിലും അമ്പലത്തിലോ ആശ്രമത്തിലോ ഒരു ക്ലാസ്സും ഇല്ല, വേണമെങ്കിൽ പോയാൽ മതി. ഹിന്ദുക്കളുടെ കാര്യം അത്രയേ ഉള്ളൂ, വേണമെങ്കിൽ പോയാൽ മതി. പക്ഷേ അവരൊരുപാട് എത്തിക്സും വാല്യൂസും ഹിന്ദു കുട്ടികൾ കരഗതമാക്കുന്നുണ്ട്, മുസ്ലിം കുട്ടികളും കരഗതമാക്കുന്നുണ്ട്. അത് മദ്രസയിൽ പോയതുകൊണ്ടുള്ള ഗുണമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയണം. അങ്ങനൊരു മദ്രസ സംവിധാനം, വേദപഠന സംവിധാനം ഇവിടെ ഹിന്ദുക്കൾക്കില്ലല്ലോ. ഇനി ആ വേദപഠന സമ്പ്രദായം ക്രിസ്ത്യാനികൾ, അവിടെ ഒരുപാട് ഈ പള്ളിയോട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളുണ്ട്. അവരെല്ലാവരും ദുഷിച്ച ജീവിതമാണോ നയിക്കുന്ന വാസ്തവത്തിൽ. പക്ഷെ ഇപ്പം ഇവിടെ മദ്രസകളിൽ പറഞ്ഞയക്കുന്ന കുട്ടികളെക്കുറിച്ച് അച്ഛനമ്മമാരൊരു കാര്യം ചിന്തിക്കണം. ആ മദ്രസയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് പുറത്തറിയത്തക്ക വിധത്തിൽ ഇന്നിപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല സംവിധാനമാണ് CCTV വയ്ക്കുക എന്നുള്ളത്. CCTV അവിടെ ഉണ്ടെങ്കിൽ അത് വലിയൊരു തമ്പുരാൻ്റെ നോട്ടം പോലെയാണത്. കാരണം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ പതിയുകയും ചെയ്യും. മാത്രമല്ല 2, 3, 6 മാസം വരെ റെക്കോർഡ് നിലനിൽക്കുന്ന CCTVകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു കുട്ടി വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ CCTV ഓൺ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ അങ്ങനെ ഒരു CCTV അവിടെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഈ ലൈംഗിക ത്വരയുള്ള ഉസ്താദുമാർക്ക് സ്വയം ഒരടക്കം വെക്കേണ്ടി വരുമല്ലോ. അത്തരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു നാറ്റക്കേസാണ്. മാറിയിട്ട് കാര്യമില്ല എന്നൊക്കെയും പറയും. പക്ഷേ എങ്കിൽ പോലും കാലങ്ങളെക്കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ സാഹചര്യത്തിൽ പോകുമ്പോൾ പണ്ടൊക്കെ 6 മാസത്തിലൊരിക്കലായിരുന്നു ഈ സംഭവം പുറത്തു വന്നിരുന്നത്. അന്നങ്ങനെ പുറത്തു വരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും കുറവല്ലേ. പിന്നെ അത് മാസത്തിലൊരിക്കലായി, പിന്നെ ആഴ്ചയിലൊരിക്കലായി, ഇപ്പോൾ ദിവസത്തിലൊരിക്കൽ എന്നല്ല, ദിവസത്തിൽ 2 എണ്ണമൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നാണക്കേട് തന്നെയാണ്. നമസ്കാരം.